ഹായ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സോഹോ സി ആർ എം എങ്ങനെ ഒരു ബി ടു ബി പ്രൊഡക്ട്സ് കമ്പനിയിൽ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആവും അവരുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പ്രോസസ് എല്ലാം നമുക്ക് എങ്ങനെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് സോഹോ സി ആർ എമ്മിൽ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. കറന്റ് ബി ടു ബി പ്രൊഡക്ട്സ് കമ്പനീസ് നമുക്ക് ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ചസ് ആണ് മാർക്കറ്റിംഗ് ത്രൂ വരുന്ന പുതിയ ലീഡ്സ് ഒന്നും നമുക്ക് ഈസിലി ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവർ നമുക്ക് കസ്റ്റമേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എക്സിസ്റ്റിംഗ് കസ്റ്റമർ ഡാറ്റാസ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഇഷ്യൂസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വരുന്ന പുതിയതായിട്ട് വരുന്ന ഓർഡേഴ്സ് ഒന്നും നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ഡീൽസ് നമുക്ക് ഈസിലി ഫോളോ അപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് വരാറുണ്ട്. സോ ഇങ്ങനെയുള്ള മെയിൻ ചാലഞ്ചസ് എല്ലാം നമുക്ക് എങ്ങനെ ഒരു സോഹോ സി ആർ എമ്മിൽ നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഈ സെയിൽസ് പ്രോസസ് എല്ലാം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പ്രോസസ് എല്ലാം എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സോഹോ സി ആർ എമ്മിൻ്റെ ഒരു ഓർഡർ ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്ക് സോഹോ സി ആർ എം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോഹോ സി ആർ എമ്മിൻ്റെ ഒരു ഇന്റർഫേസ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് മെയിൻ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ ഓരോ ഓപ്ഷൻസിൻ്റെ നമുക്ക് സ്ക്രീൻസ് കാണാൻ പറ്റും. കാരണം നമ്മൾ സി ആർ എമ്മിൽ വരുന്ന ഓരോ സെക്ഷൻസ് നമുക്ക് മൊഡ്യൂൾ വൈസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ്ലി നമുക്ക് വരുന്ന ഒരു ഫോൾഡർ ഓപ്ഷൻ ഉണ്ട്. ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് ആണ് കറണ്ട് വരുന്നത്. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന മൊഡ്യൂൾസ് ആണ് നമുക്ക് ഇനീഷ്യലി കാണുന്ന ഹോം മൊഡ്യൂൾസ് ആൻഡ് ലീഡ് ആൻഡ് കോണ്ടാക്ട് അക്കൗണ്ട് ടീം. ഈ ഒരു 5 മൊഡ്യൂൾസ് ആണ് നമുക്ക് മെയിൻലി വരുന്നത്. ഇതിന് നമുക്ക് പ്രൊഡക്ട്സ് ടാസ്ക് ആൻഡ് ഡിഫറെൻറ്റ് മൊഡ്യൂൾസ് നമുക്ക് താഴോട്ട് വരുന്നുണ്ട്. സോ നമ്മൾ കൂടുതലും നമുക്ക് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഇനീഷ്യലി കാണുന്ന ഈ കുറച്ച് മൊഡ്യൂൾസ് ആയിരിക്കും. അതിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഹോം മൊഡ്യൂൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹോം മൊഡ്യൂളിലാണ് നമുക്ക് ഓവറോൾ നമ്മുടെ ഡാഷ്ബോർഡ് കാണാൻ പറ്റുക. നമ്മൾ ഓവറോൾ നമ്മളെ സി ആർ എമ്മിൽ എൻ്റർ ചെയ്തിട്ടുള്ള ഡാറ്റാസ്, അതേപോലെ നമ്മൾ നമ്മുടെ യൂസേഴ്സ് ചെയ്തിട്ടുള്ള ടാസ്ക്സ്, എത്ര ഡീല് വന്നിട്ടുണ്ട്, എത്ര ലീഡ് കറണ്ട് ഈ മന്ത് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ എത്ര റവന്യൂ ഡീൽ ക്ലോസ് ചെയ്ത് ഓർഡർ ക്ലോസ് ആയിട്ടുണ്ട്, അതിൻ്റെ റവന്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ കാണാൻ പറ്റും. അതുപോലെ കറന്റ് എത്ര ഓർഡേഴ്സ് നമുക്ക് ഡീലായിട്ട് കറന്റ് നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട് ക്ലോസ് ആവാനായിട്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് എത്ര പുതിയ കസ്റ്റമേഴ്സ് നമുക്ക് ഈ മന്ത് ബിസിനസ്സിൽ ആഡ് ആയിട്ടുണ്ട്, അതുപോലത്തെ ഒരു ഡാറ്റാസ് കാണാം. ആൻഡ് ഡിഫറെൻറ്റ് ഡാറ്റാസ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലീഡിൻ്റെ സോഴ്സ് വെച്ചിട്ട് കാണാൻ പറ്റും ഏതൊക്കെ ഇൻഡസ്ട്രീസ് നമുക്ക് കസ്റ്റമേഴ്സ് കൂടുതലുള്ളത്. ആൻഡ് ഡിഫറെൻറ്റ് ഡാറ്റാസ് നമുക്ക് ഈ ഒരു ഹോം സെക്ഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് ഫുള്ളി കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കറണ്ടിലുള്ള ബിസിനസ്സിൻ്റെ ഡാറ്റാസ് നമുക്ക് വേണ്ട ഒരു ഓവർവ്യൂ നമുക്ക് ഇതിൽ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ലീഡ് മൊഡ്യൂളാണ്. ലീഡ്സ് മൊഡ്യൂളിൻ്റെ ഒരു പർപ്പസ് വരുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനും അതേപോലെ നമ്മുടെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂളായിരിക്കും. ഇവിടെ നമുക്ക് മേ ബി നിങ്ങൾ കമ്പനിയിൽ നമുക്ക് മാർക്കറ്റിംഗ്സ് ചെയ്യുന്നുണ്ടാവും, ഓൺലൈൻ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ടാവും, ഇവൻറ്റ്സ് റൺ ചെയ്യുന്നുണ്ടാവും. സോ ഇതിനെല്ലാം നമുക്ക് വരുന്ന ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ക്ലയൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ പ്രൊഡക്റ്റിലോ നമ്മുടെ ബിസിനസ്സിലോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ഉണ്ടായിരിക്കും, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള. ഇവരെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു ലീഡ് മൊഡ്യൂൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് നമുക്ക് അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഇതിന് നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ലീഡ് പൊട്ടൻഷ്യൽ ലീഡ്സിനെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ലീഡ്സ് മൊഡ്യൂൾ. ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് ലീഡ്സ് നമുക്ക് കറന്റ് ഇവിടെ ഡെമോ ഡീൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് അവരുടെ നെയിംസ് ആഡ് ചെയ്യാം, കറന്റ് അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അവരുടെ കമ്പനി ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ്, ഇമെയിൽ, ഫോൺ നമ്പർ. സോ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവർ ഫോളോ അപ്പ് ചെയ്യാം. മേ ബി ഇത് ഫോളോ അപ്പ് നമുക്ക് ടെലികോളിംഗ് ആയിരിക്കാം, മേ ബി നമ്മുടെ സെയിൽസ് ടീം ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് പ്രോപ്പറായി ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് ഇവർ നമ്മുടെ പ്രൊഡക്റ്റ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് നമ്മുടെ കസ്റ്റമറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് പുതിയൊരു ലീഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി നമുക്ക് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ലീഡ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോം അപ്പിയർ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ലീഡ്സിനും ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ ആഡ് ആയിട്ട് വരും. ഓക്കെ, സോ ഇഫ് നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ലീഡ്സിനെല്ലാം ഇതിലേക്ക് പുഷ് ചെയ്യാം. സോ നമുക്ക് മാനുവലി എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് നമുക്ക് എക്സലിലൊക്കെയാണ് നമുക്ക് ഡാറ്റാസ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. എക്സലും CSV ഫയലിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നത് കോൺടാക്റ്റും ആൻഡ് അക്കൗണ്ട് മൊഡ്യൂൾസ് ആണ്. സോ നമ്മൾ ഇനീഷ്യലി നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്ലയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ലീഡ്സിലാണ് എൻ്റർ ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, നമ്മൾ ഓൾറെഡി നമ്മൾ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിൽ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്യുന്നത് കോൺടാക്ട് ആൻഡ് അക്കൗണ്ട് മൊഡ്യൂളായിരിക്കും.
സോ ഫസ്റ്റ്ലി നമ്മൾ അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് അക്കൗണ്ടിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള കമ്പനി, മേ ബി നമ്മൾ B2B കമ്പനി ആണെങ്കിൽ കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത് ബിസിനസ് ആയിരിക്കും. സോ അവരുടെ ബിസിനസ് നമുക്കൊരു അക്കൗണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇതിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്കിവിടെ അക്കൗണ്ട് ആയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് നമ്മുടെ ബിസിനസ് കസ്റ്റമേഴ്സിന് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അവരുടെ നെയിംസ് ആഡ് ചെയ്യാം, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം, ദെൻ അവരുടെ ഏത് ഇൻഡസ്ട്രിയാണ്, ഇമെയിൽസ് ആൻഡ് വെബ്സൈറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ വരുന്നുണ്ട്. സോ നമ്മൾ എല്ലാ ബിസിനസ്സിലും നമുക്ക് മേ ബി മൾട്ടിപ്പിൾ പീപ്പിൾസിനെ നമുക്ക് പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടായിരിക്കും. സോ നമ്മൾ ആരൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഒരു ബിസിനസ് എടുക്കുകയാണെങ്കിൽ മേ ബി നമ്മൾ ആ ബിസിനസ്സിൽ നമ്മൾ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് നമ്മൾ സെയിൽസിന് വേണ്ടി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടാവും, കോൺടാക്ട് ചെയ്യുന്നുണ്ടാവും, ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് ആ ഡിഫറെൻറ്റ് പീപ്പിൾസിന് കോൺടാക്ട് ചെയ്യുന്ന പേഴ്സൺസിന്, ഇൻഡിവിജ്വൽസിന് നമുക്ക് കോൺടാക്ട് മൊഡ്യൂൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് നമുക്ക് ഏത് അക്കൗണ്ടിൽ വരുന്ന കോൺടാക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സോ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് അവർ ഏത് റോളിലാണെന്നുള്ളത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ആൻഡ് മൊബൈൽ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാം. സോ നമുക്ക് ഒരു പുതിയൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മൾ അക്കൗണ്ട് ആക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൺടാക്ട് ആക്കി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം മേ ബി നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എക്സലിലാണെങ്കിൽ നമുക്ക് സെയിം നമ്മൾ ലീഡ്സിലുള്ള പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക്. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നത് നമ്മുടെ ഡീൽ മൊഡ്യൂളാണ്. സോ ഡീൽ മൊഡ്യൂളാണ് നമ്മൾ കറന്റ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന കസ്റ്റമേഴ്സിൻ്റെ, ഡീലിൽ നിന്ന് കൺവേർട്ട് ആയിട്ട് വന്നിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ എല്ലാം നമ്മൾ ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഡീലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു മൊഡ്യൂളാണ് ഡീൽ മൊഡ്യൂൾ. സോ ഇവിടെയാണ് നമുക്ക് വരുന്ന പ്രൊഡക്ട്സിൻ്റെ ഓർഡേഴ്സ് എല്ലാം നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. സോ ഡീലിൻ്റെ ഒരു ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്, UI ഇങ്ങനെയാണ് വരുന്നത്. സോ നമുക്ക് ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് ഓരോ സ്റ്റാറ്റസ് ആണ് വരുന്നത്, ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് വരുന്നുണ്ട്. ആൻഡ് ന്യൂ ഡീല് മുതൽ ക്ലോസ് ഫോം, ക്ലോസ് ലോസ്റ്റ് എന്നുള്ള സ്റ്റാറ്റസ് വരെ വരുന്നുണ്ട്. ദെൻ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഓരോ റെക്കോർഡ്സ് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ഓർഡേഴ്സാണ്. ഓർഡേഴ്സിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഏത് കസ്റ്റമറുടെ നെയിം കാണാൻ പറ്റും. ദെൻ അതിൻ്റെ ഒരു വാല്യൂ കാണാൻ പറ്റും, എത്ര വാല്യൂ വരുന്ന ഒരു ഓർഡർ ആണെന്നുള്ളൊരു എമൗണ്ട് കാണാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വ്യൂ വരുന്നത്. നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് വരുന്നുണ്ട്. സോ നമ്മൾ ഈ ഒരു ക്യാൻവസ് വ്യൂ ആണ് നോർമലി യൂസ് ചെയ്യാറ്. സോ ഇതിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് കാണാം. ഈ സ്റ്റാറ്റസ് എല്ലാം കസ്റ്റമൈസബിൾ ആണ്. ഡിഫറെൻറ്റ് ബിസിനസ്സിനെല്ലാം ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് ആകുന്നുണ്ടാവും. ഇപ്പോൾ ഒരു കോമൺ ജനറലി വരുന്നൊരു സ്റ്റാറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ ഒറ്റ വ്യൂ തന്നെ നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിൽ എത്ര ഓർഡേഴ്സ് ഇപ്പോൾ ഉണ്ട്, ഏതൊക്കെ ഓർഡേഴ്സ് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സ്റ്റേജസിലാണ് കിടക്കുന്നത്, നമുക്ക് ഈ ഒറ്റ വ്യൂ തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. ദെൻ ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പുതിയൊരു ഡീൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മുകളിലായിട്ട് നമുക്കൊരു ക്രിയേറ്റ് ചെയ്യുന്ന ബട്ടൺ ഉണ്ട്. സോ ഇവിടെ നമുക്ക് നോർമലി പോയിട്ടുണ്ടെങ്കിൽ ബേസിക് ഫോം കാണാം. ഇവിടെ നമുക്ക് ഏത് കസ്റ്റമറിനെ അഗെയിൻസ്റ്റ് ആണോ പുതിയ ഡീൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സാമ്പിൾ വെച്ച് നമുക്കൊരു അറ്റ്ലാസ് എന്നൊരു ക്ലയൻറ്റിന് നമുക്ക് ക്ലിക്ക് ചെയ്തു. ദെൻ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം, അറ്റ്ലാസിൻ്റെ ഓർഡർ കൊടുക്കും. ദെൻ മേ ബി നമുക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ, ഇപ്പോൾ ന്യൂ ഡീൽ ആയതുകൊണ്ട് മേ ബി എമൗണ്ട് ഒരു എക്സ്പെക്റ്റഡ് എമൗണ്ട് ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റഡ് എമൗണ്ട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ഇൻവോയ്സ് ഡിപ്പെൻസ്. ദെൻ നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതിപ്പോൾ ഒരു ഡീലായിട്ട് ക്രിയേറ്റ് ആയി. ഡീൽ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ട്, ഏത് ക്ലയൻറ്റിൻ്റെ ഡീലാണെന്നുള്ളത് ഇവിടെ. ദെൻ നമുക്ക് ബാക്ക് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നോർമലി ഒരു ബിസിനസ് ഉണ്ടാവും, ഫസ്റ്റ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിന് ഇൻട്രസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഡീലാക്കി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിക്വയർമെൻറ്റ് നമുക്ക് ഫോളോ അപ്പ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എന്താണോ ഈ കസ്റ്റമറിന് വേണ്ട പ്രൊഡക്ട്സ്, എത്ര ക്വാണ്ടിറ്റിയാണ് ഈ പ്രൊഡക്റ്റ് വേണ്ടത് എന്നുള്ളത് നമുക്കൊരു കോട്ടാക്കിയിട്ട് നമുക്കൊരു ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണാം, ഒരു കോട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തെ ബോട്ടത്തിലേക്ക് പോകും. ഇവിടെ നമുക്ക് കോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഇതേപോലെ ഒരു കോട്ടിൻ്റെ ഫോം വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇവിടെ ഒരു കോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഫോം ഉണ്ട്. അതിൽ നമുക്ക് പ്രൊഡക്ട്സ് എന്നുള്ളത് പ്രൊഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ആൻഡ് പ്രൈസ് ആൻഡ് ഡിഫറെൻറ്റ് ഫീൽഡ് കാണാം. ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഇവിടെ വരുന്നുണ്ട്. ദെൻ പുതിയ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് താഴോട്ട് പുതിയ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് നമ്മളൊരു ലാഡർ കമ്പനി ആണെങ്കിൽ നമുക്ക് ലാഡർ നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ട ലാഡറാണ്, ഡിഫറെൻറ്റ് സൈസിലുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. സോ ഇതിൽ നമുക്ക് ലിസ്റ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് ലാഡേഴ്സ് കാണാം. ഇവിടെ നമ്മളൊരു ഒരു ഡിഫറെൻറ്റ് ഒരു 2 ലാഡേഴ്സ് അവർക്ക് വേണ്ടി വരുന്നുണ്ട്, 2 ക്വാണ്ടിറ്റി
ഈച്ച് പ്രൊഡക്റ്റ് അവർ ഇൻട്രസ്റ്റഡ് ആണ്. അവർ സം റിക്വയർമെന്റ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ കോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് എമൗണ്ട് ക്വാണ്ടിറ്റി ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രൈസസിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈസസിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ടോട്ടലി എത്ര എമൗണ്ട് ആണെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വരും. സോ ഒരു ദെൻ സേവ് കൊടുക്കുകയാണെങ്കിൽ സബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. സേവ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കോട്ട് ആ ഒരു ഡീലിന് അഗെയിൻസ്റ്റ് ക്രിയേറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ഒരു കോട്ട് ഇവിടെ ക്രിയേറ്റ് ആയി. ദെൻ നമുക്ക് ഈ കോട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് PDF എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ്ലി ഇവിടുന്ന് ഡയറക്റ്റ്ലി ഇമെയിൽ ആയിട്ട് കോട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ വൺസ് നമ്മൾ കോട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. കോട്ട് സെൻഡ് എന്നുള്ള സ്റ്റേജിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. കോട്ട് സെൻഡ് എന്നുള്ള സ്റ്റേജിലേക്ക് കൊടുക്കാം. ഓക്കെ, നോർമലി പിന്നെ നെക്സ്റ്റ് നമുക്ക് നടക്കുന്നത് ബിസിനസ്സിൽ നമുക്ക് കോട്ട് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് നെഗോസിയേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ ഡിസിഷൻ പെൻഡിങ്ങിലേക്ക് പോകാം, അല്ലെങ്കിൽ പ്രൈസ് ഓക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ആ ഡീല് ക്ലോസ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫ്ലോ നടക്കാറ്. സോ നമുക്ക് ഈ നെഗോസിയേഷനിൽ നമുക്ക് ഇതേപോലെ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. സോ നെഗോസിയേഷൻ സ്റ്റേജിലേക്ക് പോകണമെങ്കിൽ നെഗോസിയേഷനിൽ സ്വിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അത് ഡിസിഷൻ പെൻഡിങ്ങിലാണെങ്കിൽ നമുക്ക് അത് ഡിസിഷൻ പെൻഡിങ്ങിലേക്ക് നല്ല സ്റ്റാറ്റസിലേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ആ പ്രൈസ് ഓക്കെ ആണ്, കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ ഡീല് ഫുള്ളി ക്ലോസ്ഡ് ആയി എന്നുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമ്മൾ എത്ര എമൗണ്ടിനാണോ ഡീല് ക്ലോസ് ചെയ്തെന്നുള്ള ഒരു വാല്യൂ എൻ്റർ ചെയ്യാൻ പറ്റും. സോ ഈ വാല്യൂ എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിപ്പോർട്ട്സിലെല്ലാം നമ്മൾ എത്ര ഡീല് ക്ലോസ് ചെയ്യുന്നുള്ള റിപ്പോർട്ട്സ് നമുക്കവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് ഇതിൽ അഗെയിൻസ്റ്റ് ടാസ്കസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് ന്യൂ ഡീൽ ക്രിയേറ്റ് ചെയ്തിട്ട് അവരെ മേ ബി ഫോളോ അപ്പ് ചെയ്തിട്ട് കോൾ ചെയ്തിട്ടൊക്കെ നമ്മൾ അവരെ കണക്ട് ചെയ്തിട്ടായിരിക്കും മേ ബി റിക്വയർമെന്റ്സ് ഒക്കെ ഗ്യാദർ ചെയ്യാം. സോ അതിനായിട്ട് നമുക്ക് ടാസ്കസ് യൂസ് ചെയ്യാം. നമുക്ക് ടാസ്കസ് ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു മേ ബി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്സ്ഫോൺ എന്നുള്ളൊരു ക്ലയന്റിന്റെ ഓർഡർ മേ ബി നമുക്ക് വേണമെങ്കിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടാസ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഫോളോ അപ്പ് കോൾ ചെയ്യുകയാണെങ്കിൽ ന്യൂ കോൾ എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഫോളോ അപ്പ് കോൾ നമുക്ക് ഡേറ്റ് കൊടുക്കുക എന്നാണ് നമുക്ക് കോൾ ചെയ്യേണ്ടത്. സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിമൈൻഡർ ആയിട്ട് വന്നോളും. അല്ല അതില്ലെങ്കിൽ നമുക്ക് ഒരു ടാസ്ക് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. മേ ബി നമുക്ക് ഒരു പ്രൊപ്പോസൽ സെൻഡ് ചെയ്യാനാണ്. സോ അതിനായിട്ട് നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. മേ ബി ടാസ്ക് താഴോട്ട് നമുക്ക് പ്ലസ് ബട്ടൺ സെയിം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ടാസ്ക് എന്നുള്ള പോപ്പ് വരാം. ഇവിടെ നമുക്ക് ഈ ഫോമിൽ എന്താണ് ടാസ്കിന്റെ ടൈറ്റിൽ അത് കൊടുക്കാം. എന്നാണ് നമുക്ക് ഈ പ്രൊപ്പോസൽ സെൻഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ് നമുക്ക് കൊടുക്കാം. സോ ഓട്ടോമാറ്റിക്കലി ഇതൊരു ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ആയിക്കോളും. ദെൻ റിമൈൻഡർ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ടൈമിൽ റിമൈൻഡർ വേണം. സേവ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇത് യൂസറിന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓരോ ഡീൽസിന്റെ ടാസ്കസ് ഒക്കെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ടാസ്കസ് എല്ലാം നമുക്ക് ഇതിന് എൻട്രിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാസ്കസ് എല്ലാം നമുക്ക് എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്ന് നമുക്ക് കാണാം. ഇതാണ് ഒരു ബേസിക് ഡീലിന്റെ ഒരു UI വരുന്നത്. ആൻഡ് ഇത് പ്രോസസ്സ് ഒരു ബേസിക് പ്രോസസ്സാണ്. ഇങ്ങനെയാണ് നമുക്ക് ഡീലിൻ്റെ ഒരു മൊഡ്യൂളിലൊരു യൂസ് കേസ് വരുന്നത്.